ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നാളത്തെ മഴതോരും മുമ്പ് പരമ്പരയുടെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ അലീനയുടെയും പപ്പ സ്റ്റാൻലിയുടെയും പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോലെ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ അലീനയും പൗലോസും തമ്മിലുള്ള ആ ഒരു കിച്ചൺ രംഗങ്ങള് നാളെയാണ് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ പൗലോസ് ഒരു വലിയ മീനും കൊണ്ട് വരെയാണ് കേട്ടോ. ആ മീന് കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം അലീന അവിടെ തൊട്ട് മാറി കൈ കെട്ടി നിൽക്കുന്ന കാര്യം പൗലോസ് കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വിനോദ് പറഞ്ഞു, അതെ അളന്നും മുറിച്ചും കളയാനായിട്ടൊക്കെ ഉള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന ഒരാളാട്ടോ പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ മുറിച്ച് കളഞ്ഞു. പൗലോസ് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ അത് കാണിച്ചു കൊടുക്കാം എന്ന രീതിയിൽ പൗലോസ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൗലോസ് കട്ടിങ് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. തലയുടെ ഭാഗം കട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത്രയും മാംസം കൂടെ ചേർത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് ആ വേസ്റ്റ് ബോക്സിലോട്ട് ഇടേണ്. അതുപോലെ വാലും. അലീന ശാന്തമായിട്ട് തന്നെ കൈ കെട്ടി നോക്കി അതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പൗലോസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ. എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു ചങ്കൂറ്റത്തോടു കൂടി പൗലോസ് കട്ടിങ് അങ്ങ് തുടങ്ങി. ഈ സമയത്ത് അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. എല്ലാരും ഉറ്റു നോക്കിയാണ്. അപ്പോഴേക്ക് മീനിന്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ വേസ്റ്റ് ബോക്സിലിട്ട് അത്യാവശ്യം കുറച്ച് നല്ല രീതിക്ക് തന്നെ മീൻ കട്ട് ചെയ്ത് അങ്ങ് മാറ്റി കേട്ടോ. കാരണം ഇതെല്ലാം നമ്മുടെ സാവിത്രിക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ മീനിന്റെ വേസ്റ്റ് കണ്ടിട്ട് അലീന കൈയുടെ കെട്ടം കഴിച്ചു. എന്നിട്ട് അലീന കൈ കെട്ടി നിൽക്കായിരുന്നല്ലോ. എന്നിട്ട് പറഞ്ഞു, പൗലോസേട്ടാ, ആ വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന ആ മീൻ വേസ്റ്റ് ആയിട്ട് കളഞ്ഞില്ലേ, അതെടുത്ത് ആ കട്ടിംഗ് ടേബിളിലോട്ടൊന്ന് വെക്കാൻ പറഞ്ഞു. കുഞ്ഞെ എന്താ പറഞ്ഞേ? അതെ, ആ വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന മീനിന്റെ ആ കഷ്ണങ്ങളില്ലേ, അത് കട്ടിംഗ് ബോർഡിലോട്ട് സ്റ്റമയില് ഒന്ന് മേശപ്പുറത്തെടുത്ത് വെക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല കുഞ്ഞെന്ന് പറഞ്ഞു. അതെ, പൗലോസ് ഏട്ടന് പറ്റുമെങ്കിൽ ഇനി അടുത്ത പണി ചെയ്താൽ മതി. അത് വെക്കാൻ പറ്റില്ലെങ്കിൽ പൗലോസ് ഏട്ടൻ പണിയണ്ട എന്നിങ്ങനെ അലീന ഇച്ചിരി കട്ടിപ്പിച്ച് പറയണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആൻ്റപ്പനും നമ്മുടെ ഔതുക്കുട്ടിച്ചായനും ഒക്കെ വരേണം. ഔതുക്കുട്ടിച്ചായൻ വന്ന ശേഷം എന്താണ് ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കണം. അപ്പൊ അലീനയുടെ മുഖം കണ്ടപ്പോ മനസ്സിലായി ഇവിടെ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള കാര്യം മനസ്സിലായി. കാര്യം വശപശകാണ്. അലീന പറഞ്ഞു, പൗലോസ് ഏട്ടൻ ഈ വേസ്റ്റിലോട്ടിട്ട ആ മീനിന്റെ ആ കഷ്ണങ്ങള് എടുത്ത് ടേബിളിൽ വെച്ചിട്ട് ഇനി ഈ അടുക്കളയിൽ എന്ത് പണിയും ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞു. പൗലോസ് അപ്പൊ തന്നെ അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാവിത്രിയും നമ്മുടെ ആ ബാക്കി പണിക്കാരൊക്കെ ഇങ്ങനെ നോക്കി അലീനയെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അലീന നമ്മുടെ അവതക്കുട്ടി ചോദിച്ചു, അല്ല എന്താ മോളെ ഇവിടെ? അതെ, ഒരു മീന് കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കി നിക്കവേ എന്നോടുള്ള വാശിക്കാണെന്ന് തോന്നുന്നു ആ വല്യപ്പച്ച ആ മീനിന്റെ തലയുടെ കുറേ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ ചുമ്മാ കിട്ടുന്ന സാധനമല്ല. എൻ്റെ പപ്പ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടല്ലേ ഇവര് മേടിക്കണേ. ഇവര് വർഷങ്ങളായിട്ടൊക്കെ ഇവര് ഓരോ പണി ചെയ്യണവരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണോ പണം ദൂർത്തടിച്ച് കളഞ്ഞിട്ടാണ് ഇവർ ഓരോ പണികളൊക്കെ ചെയ്യണത്? നമ്മുടെ അലീന ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ പൗലോസ് ചെന്നിട്ട് എന്ത് ചെയ്തു? അലീനക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. അങ്ങനെ ചെന്ന് സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ട് വരെയാണ്. അങ്ങനെ സ്റ്റാൻലിയും കൂട്ടി വരെയാണ്. അപ്പം പൗലോസ് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അലീനയുണ്ട്, ഔതകുട്ടിച്ചായനുണ്ട്, ബാക്കി പണിക്കാരും സാവിത്രി ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ സ്റ്റാൻലി ചോദിച്ചു, അല്ല ഇവിടെ എന്താണ് ഈ പ്രശ്നം? ഇവിടെ എന്താണ്, അടുക്കളയിൽ എന്താണ് പ്രോബ്ലം? അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, ആ വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന പൗലോസ് ഏട്ടൻ കട്ട് ചെയ്ത ആ മീന് എടുത്ത് ടേബിളിൽ വെക്കാനായിട്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതെടുത്ത് വെച്ചിട്ട് പൗലോസ് ഏട്ടൻ ഇനി അടുത്ത പണി ചെയ്താൽ മതി അലീന പറയാൻ കേട്ടോ. അപ്പൊ സ്റ്റാൻലി ഒരു നിമിഷം അലീന ഇങ്ങനെ നോക്കിയാണ്. സ്റ്റാൻലി നിൽക്കവേ തന്നെ ഇന്ന് വരെ ആരും അങ്ങനെ സ്റ്റാൻലിയുടെ മുന്നിൽ ഒരു ഓർഡർ ഇടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ നോക്കി നിൽക്കുക. അലീന വീണ്ടും പറയുന്നുണ്ട്, അല്ല പൗലോസ് ഏട്ടന് അത് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞെങ്കിൽ കൊള്ളാം. അപ്പോഴേക്കും പൗലോസ്, അല്ല മുതലാളി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വേസ്റ്റിലോട്ട് കളഞ്ഞ സാധനം ഞാൻ എടുത്ത് വെക്കണോ? അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, ഈ പറഞ്ഞ മുതലാളിയുടെ മകളാ ഞാൻ അലീന. അലീന പറയണത് കേട്ടാ മതി എന്ന് പറഞ്ഞു. അലീന പറഞ്ഞല്ലോ ആ വേസ്റ്റിൽ ഇട്ടേക്കുന്ന ആ മീനെടുത്ത് തിരിച്ചിങ്ങോട്ട് വെക്കാനായിട്ട്. അപ്പോഴേക്കും എല്ലാരും ഇങ്ങനെ അമ്പരന്ന് നോക്കിയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അതെ, ഇവിടെ എന്താണ് ഈ പ്രശ്നം? ഇവിടെ എന്താണ് ഈ അടുക്കള കാര്യങ്ങളിലൊക്കെ മോൾ എന്തിനാ ഇടപെടണേ? അലീന, നീ നിന്റെ കാര്യം നോക്കുക. പൗലോസ്
അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോയിക്കോളും എന്നിങ്ങനെ പറയണം. അപ്പൊ അലീന പറഞ്ഞു, പപ്പേ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല, അനീതി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എതിർക്കും എന്താണെങ്കിലും എന്ന് പറഞ്ഞിട്ട് അലീന ഇവിടെ നിന്ന് നേരെ അങ്ങ് റൂമിലോട്ട് പോകാൻ കേട്ടോ. അപ്പം സ്റ്റാൻലിക്കും എന്തോ പോലെ എന്താ എന്തെന്നുള്ളൊരു രീതിയിൽ സ്റ്റാൻലി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം എല്ലാവരും ഉറ്റു നോക്കണേ, കാരണം സ്റ്റാൻലിയുടെ മുന്നിൽ ഇന്ന് വരെ ഒരാള് പോലും നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ അലീന എപ്പോഴും അനീതി കണ്ടാലും അലീന അത് എതിർക്കുകയും ചെയ്യും, അതിനെതിരെ പറയുകയും ചെയ്യും. അങ്ങനെ പൗലോസിന് വടി കൊടുത്ത് അടി വാങ്ങിച്ചെടുക്കുള്ള ഒരു അവസ്ഥയായി പോകണം. അങ്ങനെ സ്റ്റാൻലി അതിന്റെ പുറകെ അലീന പോയതിന്റെ പുറകെ പോവുകയാണ്. ഈ സമയം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, എടാ ഓയ് നീയേ അധികം വിളയാൻ നിൽക്കണ്ട. അതെ, സ്റ്റാൻലിയുടെ ലാലിച്ചന്റെ മോള, അവക്ക് ഈ വീട്ടിലെ എന്താ സ്ഥാനം എന്നുള്ളതൊക്കെ നിനക്കറിയില്ലേ? പിന്നെ നീ അവളെ ഭരിക്കാനായിട്ടാണോ നീ നിന്നത്? അവൻ പോയി സ്റ്റാൻലിയെ വിളിച്ചോണ്ട് വന്നേക്കണു. നീ ആ വേസ്റ്റ് വെച്ചേക്കണ മീനെടുത്ത് ഇങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പൗലോസ് ആ മീനിനൊക്കെ എടുത്ത് വെക്കണം. അത് കണ്ടപ്പോഴേക്കും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ഒരു നിമിഷം അങ്ങ് വല്ലാണ്ടായി പോണു. കാരണം അത്യാവശ്യം നല്ല പീസ് ആയിട്ടാണ് ആ തലയും വാലും ഒക്കെ കട്ട് ചെയ്തങ്ങ് കളഞ്ഞിരിക്കുന്നത്. നീ ആള് കൊള്ളാലേടെ പോവാ, നിന്റെ തന്തേരെ വകയാണല്ലോ ഇതൊക്കെ ഈ നശിപ്പിച്ച് കളയാനായിട്ട്. നിനക്കൊക്കെ ഇത്രയും നാള് നീയൊക്കെ അപ്പൊ ഇവിടെ കിടന്ന് ദൂർത്തടിക്കണേ എന്റെ മോന്റെ പണമൊക്കെ. എന്റെ കൊച്ചപ്പൊ പറഞ്ഞതിൽ എന്താടാ തെറ്റുള്ളത്? അവിടെ ന്യായമായ കാര്യമല്ലേ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ അവിടെ കിടന്ന് ഒരു ചാട്ടം ചാടയാണ് കേട്ടോ. ഈ സമയം അലീന പോയി റൂമിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിൽ പോയി. അകത്തോട്ട് കയറിയില്ല കേട്ടോ. അലീന എന്ന് വിളിച്ചു. അപ്പൊ അലീന പപ്പ എന്തേന്ന് ചോദിച്ച് വെളിയിലോട്ട് വന്നു. അല്ല, എന്താണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? നിനക്ക് ഇവിടെ ഇത്രയും സൗകര്യം, ഒരു രാജകുമാരിയെ പോലെ അല്ലേ ഞാൻ നിന്നെ ഇവിടെ നോക്കണത്? എന്തിനെങ്കിലും ഒരു കുറവ് വെച്ചിട്ടുണ്ടോ? നിനക്ക് എങ്ങോട്ട് പോകണം? ഗാർഡനിൽ പോയി രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ എങ്ങോട്ടെങ്കിലും നടക്കുകയോ ഗാർഡനിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി കാണുകയോ മൊബൈൽ കാണുകയോ നമുക്ക് എന്താ വേണ്ട? അല്ലെങ്കിൽ എവിടെ എന്തൊന്നും വേണ്ട, പുറത്തു പോകണോ? എന്താ സിനിമയ്ക്ക് പോകണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യണോ? എന്താണെങ്കിലും പപ്പയോട് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഈ വേലക്കാരെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഒരു ഇച്ചിരി മീനിന്റെ തല വെട്ടിയതിന് അല്ലെങ്കിൽ വാല് വെട്ടിക്കളഞ്ഞതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അലീന എന്ന് ചോദിക്കുകയാണ്. അലീനയ്ക്ക് മനസ്സിലാവണില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, പപ്പ ഞാന് ഒരു കാര്യവും ഞാൻ എതിർത്തതല്ല, പക്ഷെ അനീതി കണ്ട ഞാൻ എതിർക്കും പപ്പ. പപ്പയുടെ പണമാണ്, അത് ദൂർത്ത് കളയണ്ട എന്ന് മാത്രമല്ലേ പപ്പ ഞാൻ പറഞ്ഞോളൂ. അലീന നീ അതൊന്നും അറിയണ്ട. വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന പണിക്കാരാ, എനിക്കറിയാം അവരങ്ങനെയൊന്നും പാഴാക്കി കളയില്ല. അഥവാ ഒരിച്ചിരി കളഞ്ഞോട്ടെ, പുഴുവടിച്ച പച്ചക്കറി ചിലപ്പോൾ വേസ്റ്റ് ബോക്സിൽ ഇടും, അതെടുത്ത് നീ കറി വെക്കണോന്ന് പറഞ്ഞാൽ അവര് ഇവിടെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ പെരുമാറിയത്. നീ അതൊന്നും ചോദ്യം ചെയ്യാനോ ഒരു വിപ്ലവം സൃഷ്ടിക്കാനോ ഒന്നും നിൽക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, പപ്പ ഇപ്പൊ പറഞ്ഞല്ലോ വേസ്റ്റ് കളഞ്ഞു എന്ന്. പപ്പ ഇവിടത്തെ അനീതി കണ്ടില്ലല്ലോ. കണ്ടതിന് ശേഷം പപ്പ ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അടുക്കളയിൽ പോയിരുന്ന് ഓരോ കാര്യങ്ങൾ നോക്കി അവര് മീൻ എത്ര കട്ട് ചെയ്യണോ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിരിക്കലാണോ അലീന? അതുകൊണ്ടല്ലേ പപ്പ ഞാനൊരു കാര്യം പപ്പയോട് പറഞ്ഞോട്ടെ. പപ്പ ഇപ്പൊ പറഞ്ഞല്ലോ പുഴുവടിച്ചതെടുത്ത് കളഞ്ഞു എന്ന്. 10-20 കൊല്ലം മുന്നേ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ എതിർക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഇതൊന്നും ഞാൻ തിരക്കണ കാര്യങ്ങളല്ല, അടുക്കള കാര്യങ്ങളൊന്നും ഞാൻ തിരക്കാറില്ല. എനിക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം എൻ്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. അപ്പോഴാണ് ലീന പറഞ്ഞു, പപ്പ പറഞ്ഞല്ലോ വിഭവസമൃദ്ധമായ ഭക്ഷണം പപ്പയ്ക്ക് എല്ലാ ദിവസവും ടേബിളിൽ വേണം എന്നുള്ളത്. പക്ഷെ പപ്പ ഒരു കാര്യം ഓർത്തോണം, ഒരു നേരത്തെ ഭക്ഷണം ഒരു തരിമണി അരിക്ക് വേണ്ടിയിട്ട് പപ്പയുടെ സ്വന്തം മോള് അവിടെ പട്ടിണി കിടന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥ, അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർന്നവളാണ് ഞാൻ. എനിക്ക് ഈ അനീതി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചെയ്യും പപ്പ. പപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയത് തെറ്റായി പോയെങ്കിലും പപ്പ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഇതൊക്കെ ഇനിയും ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എതിർക്കും പപ്പ. പപ്പ ഒരു കാര്യം ചെയ്യാവോ, എനിക്ക് ഒരാഴ്ചത്തേക്ക് ആ കിച്ചണിങ് വിട്ടുതരാവോ? ഞാൻ നോക്കിക്കോളാം കിച്ചൺ. പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ പപ്പയ്ക്കോ വേലക്കാർക്കോ ആർക്ക് വേണമെങ്കിലും ഈ അലീന ഉണ്ടാക്കി തരാം. അലീന അതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പപ്പയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞു എന്ന് അലീന പറയണു. അപ്പോഴും സ്റ്റാൻലി ചോദിക്കണം, മോളെ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ നീ എന്നെ എതിർക്കാനായിട്ടാണോ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് ആരെയും എതിർക്കണ്ട. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പപ്പ ഞാൻ ഇനി എതിർക്കും. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്.
ആയിപ്പോയി പപ്പ, പപ്പ എന്നോട് പൊറുക്കണം. ആ ഒരു രീതി എൻ്റെ ഒരു ജീവിത ശൈലിയിൽ അതങ്ങ് അലിഞ്ഞു ചേർന്നു പോയി. അതെനിക്ക് ഇനി മാറ്റാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല എന്നിങ്ങനെ അലീന പറയാണ്. സ്റ്റാൻലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം അലീനയുടെ വാക്കുകളിൽ അലീനയുടെ ആ ജീവിതം, അലീന അനുഭവിച്ച ആ കഷ്ടപ്പാട് എന്താണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റാൻലി പിന്നീടൊന്നും പറയാനായിട്ട് നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഈ സമയം നമ്മുടെ പൗലൂസിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ആകെ ഇടങ്ങേറ് പിടിച്ച ഒരു അവസ്ഥയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പൗലോസ് ചെന്ന് നമ്മുടെ സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഇതിന് ഇന്നൊരു തീരുമാനം എടുക്കാം എന്നുള്ളത്. പക്ഷെ പൗലോസിന്റെ കാണിക്കലൊന്നും ചില്ലറ കാണിക്കലൊന്നും അല്ല. പച്ചക്കറി വേണ്ടുന്ന ഇച്ചിരി അരി, പയറ് വർഗ്ഗം, അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും സാവിത്രിക്ക് എടുത്ത് കൊടുക്കല് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അലീനയുടെ കണ്ണിൽപ്പെട്ടു. ഇതും മറ്റും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? സ്റ്റാൻലി ആണെങ്കിൽ തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഈ ഒരു സംസാര രീതി സ്റ്റാൻലിയെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയാണ്. അപ്പൊ അലീനയോട് പറ്റുന്ന പോലെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഔതക്കുട്ടി ചായം വന്നിട്ട് സ്റ്റാൻലിയോട് സംസാരിക്കുന്ന, എടാവേ അവള് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അവൻ ആ മീന് കട്ട് ചെയ്തേക്കിനെ കണ്ടു കഴിഞ്ഞാണ് അവൻ ആ ഓരോന്ന് കാണിച്ചിരിക്കുന്നത്. ആ കുട്ടി ഈ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നേക്കുന്നതുകൊണ്ട് ഈ വക അനീതികളൊക്കെ ആ കുട്ടി തടയണു. അത്രയേ ഉള്ളൂ. നീ അവളോട് ദേഷ്യമൊന്നും കാണിക്കണ്ട. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഇന്നേ വരെ എൻ്റെ അടുത്ത് മുഖം തിരിച്ച് ഒരാള് പോലും എന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതും എൻ്റെ സ്വന്തം മകള് കാരണം. ഈ അവസ്ഥകളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് സ്റ്റാൻലിക്ക് എന്തോ മനസ്സിനൊരു വല്ലായ്മയുണ്ട്. പക്ഷെ അലീന ഇതൊന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. പൗലോസ് ഈ രീതിയിൽ തുടരാനാണെങ്കിൽ ഈ വീട്ടിൽ ഇനി അടുക്കള പണിക്ക് പൗലോസ് വേണ്ട എന്ന തീരുമാനം തന്നെ നമ്മുടെ അലീന എടുക്കാനായിട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയിപ്പോ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ അല്ലെ, കുളത്തൂപ്പുഴയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പവിത്രം സീസൺ 2 ഇന്നത്തെ ഫുൾ വിശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.